ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി SCERT ഫോർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ്. ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഖരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എവറസ്റ്റ് കൊടുമുടി. സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം പസഫിക് സമുദ്രത്തിൽ. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ് മണ്ണ്. നദികളിലെ അടിത്തട്ടിൻ്റെ ആഴം കൂടുന്നതിന് കാരണം മണൽവാരലാണ്, സാൻഡ് മൈനിങ്. ഖര ദ്രാവക വാതകാവസ്ഥകളിൽ ഭൂമിയിലുള്ള ജലം ജലമണ്ഡലമാണ്. മണ്ണിൻ്റെ കഥ. അനേക വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞുമേൽക്കുന്ന പാറ പൊടിഞ്ഞ് രാസമാറ്റമുണ്ടാകുന്നു. അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശം കൂടിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി മണ്ണ് രൂപം കൊള്ളുന്നു. പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുന്നതിന് 1000-ലധികം വർഷം വേണം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ജലമാണ് ശുദ്ധജലം. ഭൂമിയുടെ 2/3 ഭാഗം ജലമാണ്. അതിൽ 3% മാത്രമാണ് ശുദ്ധജലം. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വായുപാളിയാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം. അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങൾ, പൊടിപടലങ്ങൾ, നീരാവി തുടങ്ങിയവ. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണം അന്തരീക്ഷമാണ്. ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ എന്നീ രശ്മികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നത് അന്തരീക്ഷമാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ റാലേഗാൻ സദ്ദി ഗ്രാമത്തിലെ ജലദൗർലഭ്യം ഇല്ലാതാക്കുന്നതിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീ ബാബു റാവു ഹസാരെ. സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സംയുക്തം കാർബൺ ഡയോക്സൈഡ്. ജപ്പാനിലെ നഗരങ്ങളിൽ ശുദ്ധവായു ശ്വസിക്കുന്നതിന് വർഷങ്ങളായി നിലവിലുള്ള സംവിധാനം ഓക്സിജൻ പാർലറുകൾ. അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഇന്ത്യൻ നഗരമാണ് ഡൽഹി. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവ മണ്ഡലം. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നതുമായ പ്രതിഭാസമാണ് പ്രകൃതി ദുരന്തങ്ങൾ അഥവാ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ, ലാൻഡ്സ്ലൈഡ്. പശ്ചിമഘട്ടത്തിൽ തുടർച്ചയായി ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് അമ്പൂരി, തിരുവനന്തപുരത്ത് 2001, വെണ്ണിയാനി, ഇടുക്കിയിൽ 2001, ചീയപ്പാറ, ഇടുക്കിയിൽ 2013, പുല്ലൂരംപാറ, കോഴിക്കോട് 2012. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കവിഞ്ഞ് ഒഴുകുന്ന പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളാണ് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാനം ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. താങ്ക് യു.